അസാധാരണമായ ഒരു സമരമാണെന്നുള്ളത് അറിയാം. അങ്ങേയറ്റം ഗതികേടാണ് അത് വ്യക്തമാക്കുന്നത്. നമുക്കത് കാട്ടിത്തരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് വിളിക്കുന്നുണ്ട്, അതിനുള്ള സാഹചര്യമില്ലെന്ന് മനസ്സിലാക്കുന്നു. ഈ പഞ്ചായത്ത് അധികാരികളോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ കാര്യത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി ഉത്തരവാദിത്വമുണ്ടല്ലോ, അങ്ങനെ ആരെങ്കിലും ആ സ്ഥലത്തെത്തുവോ, എന്തെങ്കിലും പ്രതികരണം നടത്തുവോ, MLA യുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകുമോ? ഈ സമരം കണ്ടിട്ടെങ്കിലും അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടാവുന്നുണ്ടോ? പോലീസ് എന്തോ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ടല്ലോ. ഗോകുൽ, തീർച്ചയായും അങ്ങനെ തന്നെ. കാരണം ഇതുവരെ ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ PTA ഭാരവാഹികളോ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ പോലീസ് വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയാണ്. സാർ, ഈ സമരം അവസാനിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു? വിദ്യാർത്ഥികൾ എന്താ പറയുന്നത്? അല്ല, കുട്ടികളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കണല്ലോ. മറ്റു കാര്യങ്ങൾ ഇതിലൊക്കെ പ്രിൻസിപ്പളായിട്ട് സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മേലധികാരികളെ അറിയിച്ച് അതിന്റെ കാര്യങ്ങൾ സാർ ആവശ്യമായിട്ട് ഈ സമരത്തിന് ആവശ്യമായിട്ട് പറയുന്നത് എന്താ? അവര് ഭക്ഷണത്തില് ഇത് പുഴു വന്നു എന്നാണ് പറയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഞാൻ അന്വേഷിക്കണുള്ളൂ. ഏതായാലും പോലീസുമായൊക്കെ വിദ്യാർത്ഥികൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവർ വഴങ്ങുന്നില്ല. കാരണം നേരത്തെ പലതവണ പരാതി പറഞ്ഞപ്പോഴും ഇതെല്ലാം തന്നെ പരിഗണിക്കാം, പരിശോധിക്കാം, അല്ലെങ്കിൽ നടപടിയെടുക്കാം എന്നുള്ള വാക്കുകൾ പലതവണ വിദ്യാർത്ഥികൾ കേട്ടതാണ്. അതുകൊണ്ട് അവർക്ക് അതിൽ വിശ്വാസമില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളിന് തൊട്ട് മുൻപിലുള്ള ഈ റോഡ് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഉപരോധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ മക്കളെ? ഇവിടെ ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾ ടീച്ചേഴ്സ് ഇരിക്കുന്ന സ്റ്റാഫ് റൂം ആണെങ്കിൽ പോലും ഒരു സൗകര്യം ഇല്ലാത്തതാണ്. ഒരു കാറ്റ് വന്ന പൊല്ലാടും, അങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ടുള്ളത്, ടീച്ചേഴ്സിനുണ്ട്. അവരും ഇതിനു വേണ്ടി കുറച്ചൊക്കെ പറഞ്ഞിക്കണേ, പക്ഷെ അവർക്കും ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇവിടെ തീരുമാനിക്കേണ്ട ആൾക്കാരാണെങ്കിൽ ഒന്നും തീരുമാനിക്കണില്ല. ഇവിടുത്തെ ഓഫീസ് സാർമാർ ഇരിക്കണ ഓഫീസ് കാണണോ? ഒരു ചെറിയ റൂമിന്റെ ഉള്ളിൽ കുറെ ആൾക്കാർ കയറി ഇരിക്കണ മാതിരി. അത് നേരെ മറിച്ച് വേറെ സ്കൂൾ ഇതിൽ തന്നെ 10ാം ക്ലാസ്സിൽ ഓഫീസുണ്ട്. അവരെ ഓഫീസൊക്കെ കാണണോ? VHSന്റെ ഓഫീസ് നോക്കിയാൽ മതി. VHSന്റെ ഓഫീസ് തന്നെ ഒക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ ഓഫീസ് ഹയർ സെക്കൻഡറിന്റെ മാത്രമാണോ പ്രശ്നം? വേറെ അതിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് കിട്ടിയത് എലിയാണ്. എലി പ്രസവിച്ചെടുക്കണം. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ +1 എലി ക്ലാസ് റൂമിൽ ഞങ്ങൾ ഈ സ്കൂളിൽ വന്നതിന് ശേഷം ഞങ്ങൾ എന്നും ക്ലാസ് മാറും. ഞങ്ങൾക്ക് പഠിക്കാൻ ടൈം കിട്ടിയില്ല. ഞങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിൽ എന്നും ഇതിന് വേണ്ടി ഇറങ്ങും. ഞങ്ങൾ ടീച്ചേഴ്സിന് പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇത്രയും ദിവസമായി ഞങ്ങൾ സ്കൂളിൽ വന്നിട്ട് ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥത ഒരു ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാ? ഞങ്ങൾ ഗേൾസ് മാത്രം ആയതുകൊണ്ടാണോ? ഞങ്ങൾക്ക് ഒന്നിനുള്ള ഫ്രീഡം സ്കൂളിൽ ഒരു പ്രൈവസി ഇല്ല. ബാത്റൂമിലൊന്നും പോയോക്കെ ഫുൾ ഓട്ട കാര്യങ്ങൾ. ഞങ്ങൾക്ക് ഓട്ടാണ് ഫുള്ള്. ഞങ്ങൾ ഗേൾസ് അല്ലേ, അപ്പൊ അതിന്റെ രീതിയിൽ ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ചേർത്ത് വന്ന് വെക്കണം ബുക്കിലേക്കൊക്കെ. ക്ലാസ് എടുക്കുന്ന ടൈമിൽ നായ കയറി വരുന്നത്. ഇതൊക്കെയാണ് ഒരു ഗവൺമെന്റ് സ്കൂള്. HSന്റെ ക്ലാസ് റൂമുകൾ കുറെ പൂട്ടിയിട്ടുണ്ട്. അത് ഇവിടുത്തെ VHSന്റെ ക്ലാസ് റൂമുകൾ. എന്നിട്ട് HSC കുട്ടികൾക്കായി ഇരിക്കാൻ വേണ്ടിട്ട് ഓരോട് റിക്വസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. അവിടെ പുതിയ ബിൽഡിംഗ് വരെ ഇവിടെ സ്ഥലമില്ല. അവിടെ പൂട്ടി വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇതുവരെ ഒരു വലിയ ഹാളില് ഓരോരോ സാധനം ഇട്ടിട്ടാണ് ഞങ്ങൾ ഓരോ ക്ലാസ്. ഇവിടെ ഹ്യൂമാനിറ്റീസ്, അതിന്റെ നടക്ക് വേറെ ക്ലാസ്, അതിന്റെ അപ്പുറത്തെ ക്ലാസ്, അങ്ങനെ ഞങ്ങൾ ഇരിക്കണേ. അവിടുത്തെ മതിലുകൾ കാണണം, അത് എന്ന് പൊളിയോച്ചിട്ട് ഇരിക്കണേ. ആ പൊളിയാനായിട്ട് ഇരിക്കുക. അതൊന്ന് പറ്റുമെങ്കിൽ നിങ്ങൾ കയറി നോക്കും. ഞങ്ങളെ ക്ലാസ്സാണ്, കയറി നോക്കുക. അതിന്റെ അവസ്ഥ എന്താ? ഞങ്ങൾ ഇരിക്കണത് ഇവിടുന്ന് വണ്ടി പോകുമ്പോ വണ്ടിന്റെ ശബ്ദം പഠിക്കാൻ പറ്റൂല, ശബ്ദം കാരണോ. അപ്പുറത്തെ ക്ലാസ് കുട്ടികളുടെ ശബ്ദം. ഈ ഓടൊക്കെ കാണുമ്പോ അതിന്റെ ഉള്ളൊന്ന് കയറി നോക്കും. മാറാല കെട്ടിട്ട് എന്താണ് അവസ്ഥ? നിങ്ങളിപ്പോ ഇവിടെ സമരം ചെയ്യാൻ തുടങ്ങി എത്ര സമയമായി? ഉച്ചക്ക് ഒരു മണി തുടങ്ങിയതാ. 1:45 ഇറങ്ങിയതാ. എവിടെ നിങ്ങൾ ക്ലാസ് എവിടെ? നമുക്ക് നോക്കാം. നിങ്ങൾ ക്ലാസ് എവിടെ? ഏതായാലും വിദ്യാർത്ഥികൾ ഒരുപാട് സമയമായി സമരം ചെയ്ത് അവർ പറയുന്നത് അവരുടെ ക്ലാസ് മുറിയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല. ഒപ്പം തന്നെ ഈ ചേറാട്ട അല്ലെങ്കിൽ ഈ പുഴു മുകളിൽ നിന്നും വീഴുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ ഇതാണ് നമുക്ക് ക്ലാസ് റൂം ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. നമുക്ക് ഓട് ഇവിടെ പ്രശ്നം എന്താ വിഷയം? സാറേ, ഇത് ഓടിട്ട് ഇങ്ങോട്ടൊക്കെ മുകളിലൊക്കെ അങ്ങോട്ടൊക്കെ പുഴു വെക്കും. മാറാല നോക്ക് സാറേ, മാറാല. 3 ക്ലാസ് റൂമും
ഇവിടെ നമുക്ക് പുഴുവിനെയും ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ മുകളിലത്തെ ഓടിൽ നിന്നും ഈ പുഴു ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ തന്നെ താഴോട്ട് വീഴുന്നു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. പക്ഷേ ഇവിടുത്തെ ഹൈസ്കൂൾ കെട്ടിടമൊക്കെ തന്നെ അത്യാവശ്യം സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് വലിയ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ക്ലാസ് മുറികളുടെ ഓട് മേഞ്ഞ ഭാഗത്തൊക്കെ തന്നെ ഈ പുഴു പ്രധാനമായും ഉണ്ടാകും. ഈ പുഴു ഈ ക്ലാസ് നടക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഒക്കെ തന്നെ വീഴുന്നു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ പരാതിയായിട്ട് തന്നെ പറയുന്നത്. നേരത്തെ പലതവണ ബന്ധപ്പെട്ടവരോട് പരാതി പറഞ്ഞിട്ടും നടപടി എടുത്തില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഈ അധ്യാപകരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അധ്യാപകൻ പറഞ്ഞത് ഈ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചു വരികയാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് ഭക്ഷണത്തിൽ ഇത്തരത്തിൽ പുഴ വീണ സമയത്താണ് ഈ കുട്ടികൾ ഈ സമര രംഗത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 2 മണിക്കൂറോളമാണ് ഈ കുട്ടികൾ ഈ സ്കൂളിന് മുൻവശത്തെ റോഡ് ഉപയോഗിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥികൾ ഇപ്പോഴും സമരത്തിലാണ്. ഒരു അനുനയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പോലീസും ഒപ്പം തന്നെ അധ്യാപകരും ഒക്കെ തന്നെ വിദ്യാർത്ഥികളുമായി നിലവിൽ ഇപ്പോൾ ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ പലതവണ ഈ വാഗ്ദാനങ്ങൾ ലഭിച്ച കുട്ടികളാണ്. അവർക്ക് ഇതിലൊന്നും തന്നെ കാര്യമായിട്ട് നമുക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് കുട്ടികൾ ഒരുപാട് സമയമായി ഇപ്പോഴും പറയുന്നത്. ക്ലാസ് റൂമിന്റെ സൗകര്യക്കുറവാണ് പ്രധാനമായും കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ എന്താ പ്രശ്നം? ഈ ക്ലാസ് മുറി ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ്. LP സ്കൂളിൽ ഉള്ള പോലത്തെ സൗകര്യങ്ങളാണ്. LP സ്കൂളിൽ പോലും ഇങ്ങനത്തെ സൗകര്യം ഇല്ലായിരുന്നു. വളരെ മോശമാണ്. ഇവിടെയൊക്കെ പുഴുവിന്റെ ശല്യം ഉണ്ടോ? ഇവിടെയായിരുന്നു കഴിഞ്ഞ വർഷം പുഴുക്കൾ മുഴുവൻ.